നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പത്മ ടീച്ചർ ആദ്യം നന്നായി ഒരുക്കും. എന്നാ പിന്നെ നീ പത്മ ടീച്ചറോടൊപ്പം. പത്മ ടീച്ചർ ഒരിക്കാൻ നിനക്ക് ഫസ്റ്റും കിട്ടില്ല, സെക്കൻഡും കിട്ടില്ല. എനിക്കറിയാം എന്റെ മോളെ എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടത്. ഭരതനാട്യ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രച്ഛന്നവേഷ മത്സരം ആരംഭിക്കുന്നതാണ്. പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് വേദി നമ്പർ 1 റിപ്പോർട്ട് ചെയ്യുക. അതെ, ഈ മേക്കപ്പിലൊന്നും അല്ല കാര്യം, പെർഫോമൻസിലാണ്. സ്റ്റേജിലെത്തിയ ഓഡിയൻസിനെ കാണുമ്പോൾ കോൺഫിഡൻസോട് കൂടി നമ്മൾ പ്രസന്റ് ചെയ്യണം. മനസ്സിലായോ? കോൺഫിഡൻസ് ആണ് പ്രധാനം. വേഷം എത്ര നന്നായാലും ഇട്ടിരിക്കുന്ന വേഷം അത് തന്നെയാണെന്ന് തോന്നിപ്പിക്കണം. മനസ്സിലായോ? നീ നിൽക്കുന്നവരുടെ വേഷം ഒന്നും കണ്ട് പേടിക്കണ്ട. അങ്ങനെ കുറെ പേരുണ്ടാവും. ഗ്രീൻ റൂമിൽ നമ്മളെ ഞെട്ടിക്കുന്ന കുറെ പേരുണ്ടാവും. പക്ഷെ സ്റ്റേജില് നേരെ മറിച്ചായിരിക്കും. റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചാല് നമ്മൾ ടെൻഷനാവും. അപ്പൊ എന്താ വേണ്ടേ? നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മുടെ പാട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ മോന്? ഓക്കേ, അച്ഛനെ കൊണ്ടാവുന്ന വിധമൊക്കെ അച്ഛൻ മോളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ അമ്മയുടെ മോനല്ല, ശരിക്കും യശോദയുടെ കണ്ണൻ തന്നെയായിട്ടുണ്ട്. അയ്യേ, നീ അങ്ങോട്ട് നോക്കൊന്നും വേണ്ട. നീ നിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതെന്റെ യശോദയല്ലേ? സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വാ വാ, നമുക്ക് സ്റ്റേജിൽ പോവാം. നിന്ന് ഒരു വട്ടം കൂടെ നോക്കട്ടെ. എല്ലാം ഓക്കെ അല്ലേ? ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ, ബാക്കൊക്കെ നോക്കട്ടെ. വേഗം പോ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കലാപരിപാടികൾ ആരംഭിക്കുന്നു. ദയവായി എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കുക. പത്മ ടീച്ചറെ, മോനൊരുക്കിയിരിക്കുന്നത് ഗംഭീരായിട്ടുണ്ട്. കണ്ട കൈയെടുത്ത് തൊഴാൻ തോന്നും. അസല കൃഷ്ണൻ തന്നെ. ആദി, നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ശരി ശരി. ഗീതു, എന്റെ മേക്കപ്പ് കൊള്ളാവോ? മോർണിംഗ് വന്നേ. അച്ഛൻ കാര്യം പറട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, മേക്കപ്പിലല്ല പെർഫോമൻസ്. അവനെ കണ്ടോ ആദ്യേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.